നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. സമാധാന ചർച്ചകൾ ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇസ്രയേലിന്റെ നിലനിൽപ്പിന് ശരിയല്ല എന്നാണ് നെതന്യാഹു പറയുന്നത്. JD വാൻസ്, അതായത് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റായ JD വാൻസിനെ സമാധാന ചർച്ചകൾ നടക്കുന്നതിനിടയിൽ ടെലിഫോണിൽ ബന്ധപ്പെട്ട് ആ ചർച്ചകൾ പാതി വഴിക്ക് വെച്ച് കുളമാക്കിയതിന് പിന്നിൽ നെതന്യാഹുവിൻ്റെ കളിയാണ് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. നോക്കൂ, ഹോർമൂസ് കടലിടുക്കിൽ വീണ്ടും ഉപരോധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അമേരിക്ക എടുക്കുന്ന ഏകാധിപത്യ നിലപാടുകൾ, അമേരിക്ക സ്വരം കടുപ്പിക്കാൻ ശ്രമിക്കുന്നു, അമേരിക്കയ്ക്ക് ഇതുവരെ ഉണ്ടായ നാശനഷ്ടങ്ങളിൽ അവർ ഒരു കൂസലുമില്ലാതെ തുടർന്നും യുദ്ധം ചെയ്യാൻ തയ്യാറാണ് എന്ന രീതിയിലേക്ക് പോകുന്നു. ഇതിൻ്റെ എല്ലാ പിന്നിലുള്ള ഇസ്രയേലിൻ്റെ കളികൾ നോക്കൂ. ആ രാജ്യം വെന്ത് വെണ്ണീറാകാതെ പാഠം പഠിക്കുകയില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ നാളുകൾക്ക് മുമ്പേ കുറിച്ചതാണ്. യൂതരാജ്യത്തിനെ കൃത്യമായി അവിടെ നയിക്കുന്നത് തെമ്മാടി ഭരണകൂടമാണ്. ലിക്വിഡ് പാർട്ടിയുടെ തലവനായ നെതന്യാഹു ആ രാജ്യത്ത് നടത്തിയ അഴിമതിയും കൊള്ളയും ഒക്കെ മറച്ചു വെച്ച് എക്കാലവും ഭരണ തലത്തിലിരിക്കണമെങ്കിൽ അതിർത്തിയിലും മറ്റും യുദ്ധം എപ്പോഴും ലൈവായി തുടർന്നാലേ മതിയാവുകയുള്ളൂ. നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇറാനെതിരെയുള്ള പോരാട്ടം തുടർന്നുകൊണ്ടേയിരുന്നാലേ പ്രധാനമന്ത്രി കസേരയിൽ അമർന്നിരിക്കാൻ കഴിയൂ എന്ന് മനസ്സിലാക്കി പരിവാരങ്ങളും ഒക്കെ ഒറ്റക്കെട്ടായി ഇസ്രയേലിൽ നിന്നുകൊണ്ട് എല്ലാ വെല്ലുവിളിയും നടത്തിക്കൊണ്ട് തുടരുകയാണ്. പ്രധാനപ്പെട്ട ഇസ്രയേലി നഗരങ്ങളൊക്കെ ചാമ്പലാകുന്ന കാഴ്ചയാണ് കാണുന്നത്. മാത്രമല്ല, ഇസ്രയേലിൻ്റെ ഡിഫൻസ് സിസ്റ്റത്തിൽ വിള്ളൽ വീണിരിക്കുന്നു. അവരുടെ കൃത്യമായിട്ടുള്ള സംവിധാനങ്ങൾ, അതിലെടുത്തു പറയേണ്ടത് അയൺ ഡോം ഇപ്പോൾ ശോചനീയമായ അവസ്ഥയിലേക്ക് പോവുകയാണ്. ഇസ്രായേലിൻ്റെ സാമ്പത്തിക തകർച്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ വ്യാപകമായി കൊടിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതിൻ്റെ കണക്കുകളൊന്നും പുറത്തു വിടുന്നില്ല. മാത്രമല്ല, കൃത്യമായിട്ടുള്ള സ്റ്റോറി, അതുമായി ബന്ധപ്പെട്ട മാധ്യമ വാർത്തകൾ കൊടുക്കുന്നതിൽ മാധ്യമങ്ങളെ വിലക്കിയിരിക്കുന്നു. അത്തരത്തിലുള്ള നിഷേധാത്മക സ്വഭാവവുമായി ആ രാജ്യത്ത് അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു. ഇവിടെ ട്രംപുമായി ഒരു ചർച്ചയിലേക്ക് നീങ്ങാനും UN-ന്റെ സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗുട്ടറസ് കൃത്യമായി പറഞ്ഞത് ഇറാനും മിഡിൽ ഈസ്റ്റും അടങ്ങുന്ന രാജ്യങ്ങളുമായുള്ള പുതിയ ഒരു രീതി അമേരിക്ക എത്രയും പെട്ടെന്ന് അത് നടപ്പിലാക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ യുദ്ധത്തിന് അറുതി വരുത്തുകയോ ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് ഭയാനകമായിരിക്കുമെന്ന സന്ദേശത്തിന് ശേഷമായിരുന്നു ആ ഒരു വിലപേശൽ നടപടിയുമായി മുന്നോട്ട് പോയത്. പക്ഷെ അവിടെയും ഇസ്രയേൽ വന്ന് നാണം കെട്ട കളി കളിച്ചു എന്നുള്ളതാണ്. പക്ഷെ അതൊന്നും ഇറാനെ കൂസുന്നില്ല. ഇറാൻ വളരെ വ്യക്തമായി തന്നെ നേരത്തെ പറഞ്ഞു. മസൂദ് പെസകിസാൻ വളരെ വ്യക്തമായി പറഞ്ഞത്, ഞങ്ങളുടെ രാജ്യത്തിൻ്റെ പരമാധികാരം സംരക്ഷിക്കാനും ഞങ്ങളുടെ രാജ്യത്ത് അസ്ഥിരത ഉണ്ടാകാതിരിക്കാനും ഏതറ്റം വരെയും പോകും. അതിനുവേണ്ടി കര യുദ്ധത്തിനും അതുപോലെ തന്നെ വ്യോമ യുദ്ധത്തിനുമൊക്കെ ഞങ്ങൾ സൈനികരെ തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ്. നാവിക യുദ്ധത്തിനും ഞങ്ങളുടെ സൈന്യത്തിൻ്റെ ബലം തെല്ലും കുറവല്ല എന്നുള്ളതും മസൂദ് പെസകിയാൻ പറഞ്ഞു വെച്ചിരിക്കുകയാണ്.